ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തം. ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവരും വിമർശനവുമായി രംഗത്തെത്തി. ഫെഡറൽ തത്വങ്ങൾക്കെതിരായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നത്. BJP RSS അജണ്ട രാജ്യത്തെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നയിക്കാനെന്നും അതിനായി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നു. 18,626 പേജുള്ള റിപ്പോർട്ട് 191 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതിലൂടെ എന്ത് തരം റിപ്പോർട്ടാണെന്ന് വ്യക്തമെന്ന് അഖിലേഷ് യാദവ് വിമർശിച്ചു. 18,626 पेजेस की रिपोर्ट थी ये, वन नेशन वन इलेक्शन, और 191 दिनों में पूरी हुई है। ये पूरी लगभग 100 पेजेस प्रतिदिन का आंकड़ा है अगर हम हिसाब किताब लगाएं तो। इसी से पता चलता है कि इसके बारे में कितना सतही पर दिखावटी चर्चा हुई होगी। तो ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി എന്നതാണ് BJP ആവശ്യമെന്നും പിന്നീട് അവർ ഒരു രാജ്യം ഒരു നേതാവ് എന്ന് പറയുമെന്നും തേജസ്വി യാദവും വിമർശിച്ചു. आज वन नेशन वन इलेक्शन जो है वो ला रहे हैं, आगे बोलेंगे वन इलेक्शन वन नेशन वन पार्टी, कल को बोलेंगे वन नेशन वन लीडर. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും നടപ്പാകില്ലെന്നും രാജ്യത്തിന്റെ വൈവിധ്യത്തെയും ഫെഡറലിസത്തെയും മനസ്സിലാക്കിയതുള്ള നീക്കമെന്നുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.